ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നേഴ്സ് ടെക്. അപ്പം നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പാർട്സ് ഓഫ് സ്പീച്ചിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള പ്രോനൗൺ എന്ന ഭാഗത്തെക്കുറിച്ചായിരുന്നു. എന്താണ് പ്രോനൗൺ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് പ്രോനൗൺസിനെ ജസ്റ്റ് പരിചയപ്പെടുത്തുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ ടൈപ്സ് ഓഫ് പ്രോനൗൺസ്? First one personal pronoun, second one compound personal pronoun, then next demonstrative pronoun, indefinite pronoun, distributive pronoun, reciprocal pronoun, interrogative pronoun and relative pronoun. ഇതെല്ലാമാണ് എന്ത് ടൈപ്സ് ഓഫ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ടൈപ്സ് ഓഫ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ഒരു 8 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പേഴ്സണൽ പ്രോനൗൺ, കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ, ഡെമോൺസ്ട്രേറ്റീവ്, ഇൻഡിഫിനിറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്, റെസിപ്രോക്കൽ, ഇൻ്ററോഗേറ്റീവ് ആൻഡ് റിലേറ്റീവ്. ഇത്രയും ടൈപ്സ് ഓഫ് പ്രോനൗൺസിൽ നിന്നും നമ്മൾ 2 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് മാത്രമാണ് 2 ടൈപ്സ് ഓഫ് പ്രോനൗൺസ് മാത്രമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം കുറച്ച് വൈഡായിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ടൈപ്സ് ഓഫ് പ്രോനൗൺസിൽ 2 പ്രോനൗൺസ് മാത്രം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സണൽ പ്രോനൗൺ എന്താണ് പേഴ്സണൽ പ്രോനൗൺ? ഈ പേഴ്സണൽ പ്രോനൗണിനെ തന്നെ 3 തരംതിരിച്ചിട്ടുണ്ട്. അതിന് 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ് പ്രോനൗൺ, ഒബ്ജക്റ്റീവ് പ്രോനൗൺ, പൊസസീവ് പ്രോനൗൺ. ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആൻഡ് പൊസസീവ്. ദെൻ സെക്കൻഡ് വൺ ഏതാണ്? കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺസ്. കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺസും 2 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് റിഫ്ലെക്സീവ്, ദെൻ സെക്കൻഡ് എംഫറ്റിക്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഏതാണ് ടോപ്പിക്? പേഴ്സണൽ പ്രോനൗൺ. ഏതാണ്? പേഴ്സണൽ പ്രോനൗൺ. A personal pronoun is a short word used a simple substitute for the proper name of a person. Each of the English personal pronouns show as the grammatical person, gender, member and case of the noun it is replaces. എന്താണ്? എ പേഴ്സണൽ പ്രോനൗൺ ഈസ് എ ഷോർട്ട് വേർഡ് യൂസ്ഡ് എ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി പ്രോപ്പർ നെയിം ഓഫ് എ പേഴ്സൺ. ഈച്ച് ഓഫ് ദ ഇംഗ്ലീഷ് പേഴ്സണൽ പ്രോനൗൺ ഷോ ആസ് ദി ഗ്രാമാറ്റിക്കൽ പേഴ്സൺ, ജെൻഡർ, മെമ്പർ ആൻഡ് കേസ് ഓഫ് ദി നൗൺ ഇറ്റ്സ് എ റീപ്ലേസസ്. വ്യക്തികളാവട്ടെ, വസ്തുക്കളാവട്ടെ, അതുമല്ല ജീവജാലങ്ങളാവട്ടെ, ഇവർക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങളെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു പേരുണ്ടാവും, അതുപോലെ ഒരു വസ്തുവിന് ഒരു പേരുണ്ടാവും, അങ്ങനെ ജീവജാലങ്ങൾക്ക്, അങ്ങനെ എന്തിനും നമ്മൾക്ക് ഒരു പേരുണ്ടാവും അല്ലേ? അവരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരുണ്ടാവും. ആ പേരിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് ഈ പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ആ പദങ്ങൾ ഏതൊക്കെയാണ്? നമുക്കതൊന്ന് നോക്കാം അല്ലേ? ഈ പേഴ്സണൽ പ്രോനൗണിൽ നമ്മുടെ പേരിനൊക്കെ പകരം ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അതേതാണ്? നമുക്കൊന്ന് നോക്കാം. നോക്കിയേ. ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, മീ, ഹിം, ഹർ. ഏതൊക്കെയാണ്? ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, മീ, ഹിം, ഹർ. അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ പദങ്ങളും എന്തിനു പകരം ഉപയോഗിക്കണതാണ്? നമുക്ക് നമ്മുടെ മീൻസ് ഒരു പേര്, വ്യക്തിക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേര് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേര് അല്ലേ? ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ വസ്തുവിനോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ നമ്മൾ പറയുന്ന ആ പേരിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണിവ. ഏതൊക്കെ? ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ, മീ, ഹിം, ഹർ. ഇത്രയും വാക്കുകളാണ് അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? പേഴ്സണൽ പ്രോനൗൺസ്. ദെൻ നോക്കിയേ. ദോസ് പ്രോനൗൺസ് വിച്ച് സ്റ്റാൻഡ് ഫോർ ദി 3 പേഴ്സൺ. എന്താണ്? ദോസ് പ്രോനൗൺസ് വിച്ച് സ്റ്റാൻഡ് ഫോർ ദി 3 പേഴ്സൺ. ഏതൊക്കെയാണ് ആ 3 പേഴ്സൺസ്? ഒന്ന് നോക്കിയേ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇറ്റ്സ് ആർ കോൾഡ് പേഴ്സണൽ പ്രോനൗൺ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എന്താണ് ഈ ഫസ്റ്റ് പേഴ്സൺ? ഐ, വി, മീ, അസ്. ഏതൊക്കെയാണ്? ഐ, വി, മീ, അസ്.
ഇതേതാണ്? പേഴ്സണൽ പ്രോനൗൺ ആണ്. ഏതൊക്കെ? ഐ, വി, മീ, അസ്. ഇതേതാണ്? പേഴ്സണൽ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഏതാണ്? പേഴ്സണൽ പ്രോനൗണിലെ ഫസ്റ്റ് പേഴ്സൺ ആണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പേഴ്സൺ ഏതാണ്? ഐ, വി, മീ, അസ്. സെന്റൻസിലെ സ്പീക്കർ അഥവാ സംസാരിക്കുന്ന ആളെ വിളിക്കുന്നതാണ് എന്ത്? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു സെന്റൻസിലെ സംസാരിക്കുന്ന ആളെ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. അത് ഏതൊക്കെയാണ്? ഐ, വി, മീ, അസ്. ഇതാണ്. ക്ലിയർ ആയില്ലേ? ദെൻ സെക്കൻഡ് പേഴ്സൺ. എന്താണ് സെക്കൻഡ് പേഴ്സൺ? യു. സെന്റൻസിലെ ലിസണർ, കേൾവിക്കാരൻ. ഒരു സെന്റൻസിലെ കേട്ട് നിൽക്കുന്ന ആളെ പറയുന്നതാണ് സെക്കൻഡ് പേഴ്സൺ. അതേതാണ്? യു. ദെൻ തേർഡ് പേഴ്സൺ. ഹി, ഹിം, ഷീ, ഹർ, ഇറ്റ്, ദേ, ദം. കോൺവെർസേഷനിൽ നേരിട്ട് ഇടപെടാതെ നൗണിനെ പരാമർശിക്കുന്നതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. എന്താണ്? നമ്മളെ കോൺവെർസേഷനിൽ നേരിട്ടൊന്നും ഇടപെടാതെ നൗണിനെ പരാമർശിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഹി, ഹിം, ഷീ, ഹർ, ഇറ്റ്, ദേ, ദം. അപ്പം ഇതിനെല്ലാം വിളിക്കുന്ന പേരെന്താണ്? പേഴ്സണൽ പ്രോനൗൺ എന്നാണ്. അപ്പോൾ ഈ പേഴ്സണൽ പ്രോനൗൺസിൽ 3 പേഴ്സൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ സെൻറ്റൻസിലെ സ്പീക്കറാണ്. സെക്കൻഡ് പേഴ്സൺ സെൻറ്റൻസിലെ ലിസണറാണ്. തേർഡ് പേഴ്സൺ കോൺവെർസേഷനിൽ നേരിട്ട് ഇടപെടാത്ത ഒരാളെയാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അത് ഏതെല്ലാമാണ്? ഐ, വി, മീ, അസ് ഫസ്റ്റ് പേഴ്സൺ. യു എന്നത് സെക്കൻഡ് പേഴ്സൺ. ഹി, ഹിം, ഷീ, ഹർ, ഇറ്റ്, ദേ, ദം. ഇതേതാണ്? തേർഡ് പേഴ്സൺ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പേഴ്സണൽ പ്രോനൗൺ എന്താന്ന് നമ്മൾ പറഞ്ഞു. ആ പേഴ്സണൽ പ്രോനൗണിനെ നമ്മൾ 3 തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഏതാണ്? സബ്ജക്റ്റീവ് പ്രോനൗൺ. എന്താണ്? സബ്ജക്റ്റീവ് പ്രോനൗൺ. pronoun used as the subject of the sentence. എന്താണ്? pronoun used as the subject of the sentence. ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗണിനെയാണ് എന്ത് വിളിക്കുന്നത്? സബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്ന പ്രോനൗണിനെ വിളിക്കുന്നതാണ് എന്ത്? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. എക്സാമ്പിൾസ് അല്ല, നമ്മൾ എന്താണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇത് കേട്ടോ. എക്സാമ്പിൾസ് നമുക്ക് ഇനി പറയാം. അപ്പോൾ ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ഈ പറയുന്ന വാക്കുകളെ വിളിക്കുന്നതാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾക്ക് വരാം ഇനി. എന്താണ് എക്സാമ്പിൾസ്? യു ആർ ഗുഡ് ഗേൾ. എന്താണ്? യു ആർ ഗുഡ് ഗേൾ. പകരം നമുക്ക് അവിടെ എന്ത് കൊടുക്കായിരുന്നു? റീന ഈസ് ഗുഡ് ഗേൾ എന്ന് പറയായിരുന്നു. അപ്പോൾ ആ റീന എന്ന പേരിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? യു ആർ ഗുഡ് ഗേൾ. നീയൊരു എന്താണ്? നല്ല പെൺകുട്ടിയാണ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ യു എന്നാണ് അവിടെ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് ഉപയോഗിച്ചത്. ക്ലിയർ ആയോ? യു ആർ ഗുഡ് ഗേൾ. ദെൻ സെക്കൻഡ്, ഷി വാസ് ഡ്രൈവിംഗ്. തേർഡ്, ഇറ്റ് ഈസ് മൈ ബുക്ക്. അതിൽ ഏതൊക്കെയാണ്? ഫസ്റ്റിൽ യു ആണ്, സെക്കൻഡിൽ ഷീ ആണ്, തേർഡിൽ ഇറ്റ് ആണ്. യു ആർ ഗുഡ് ഗേൾ, ഷീ വാസ് ഡ്രൈവിംഗ്, ഇറ്റ് ഈസ് മൈ ബുക്ക്. എക്സാമ്പിൾസ് ക്ലിയർ ആയില്ലേ? അതിലൊക്കെ സെൻറ്റൻസിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വന്ന ആ പദത്തെ വിളിക്കുന്നതാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺസിലെ പദങ്ങളാണ് ആ എക്സാമ്പിൾസിൽ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ഏതാണ്? ഒബ്ജക്റ്റീവ് പ്രോനൗൺസ്. ഏതാണ്? ഒബ്ജക്റ്റീവ് പ്രോനൗൺസ്. Pronoun used as the object of sentence. Pronoun used as the object of a sentence. Me, us, you, him, her, it, them. Me, us, you, him, her, it, them. ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന പ്രോനൗണിനെയാണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞൊരു സെൻറ്റൻസിൽ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗണും ഇപ്പോൾ പറഞ്ഞത് ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്നതിന് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ എന്നും വിളിക്കുമെന്ന്. ക്ലിയർ ആയില്ലേ? അത് ഏതൊക്കെയായിരുന്നു? മീ, അസ്, യു, ഹിം, ഹർ, ഇറ്റ്, ദം. ഈ വാക്കുകളാണ് ഒബ്ജക്റ്റീവിൻ്റെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ അല്ലേ?
ദെൻ എക്സാമ്പിൾസ് നോക്കിയേ. ഐ ലവ് യു, ഐ ഹെയ്റ്റ് യു, റിയ റെസ്പെക്ട് മീ. ഐ ലവ് യു, ഐ ഹെയ്റ്റ് യു, റിയ റെസ്പെക്ട് മീ. ഇതിലൊക്കെ എവിടെ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത് യു വന്നിട്ടുണ്ട്, മീ വന്നിട്ടുണ്ട് അല്ലേ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത്. അപ്പം അവിടെയൊക്കെ വന്നിട്ടുള്ള വാക്കുകൾ നോക്കിയേ, അതൊക്കെ ഏതാണ്? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺസ് ആണ്. ഓക്കെ, അപ്പം എന്താണ് സബ്ജക്റ്റീവ് പ്രോനൗൺ എന്നും എന്താണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്നും പറഞ്ഞു. ഇനി ഏതാണ് പൊസസീവ് പ്രോനൗൺ? ഏതാണ് possessive pronoun? A possessive pronoun is a pronoun that indicates ownership of someone or something by someone or something else. എന്താണ്? A possessive pronoun is a pronoun that indicates ownership of someone or something by someone or something else. ഒരു സെൻറ്റൻസിലെ ഓണർഷിപ്പ്, ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന വാക്കുകളെ വിളിക്കുന്നതാണ് പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ പൊസസീവ് പ്രോനൗൺ എന്താണ്? ഒരു സെൻറ്റൻസിൽ ഉടമസ്ഥതാവകാശം കാണിക്കുന്ന അല്ലെങ്കിൽ ഓണർഷിപ്പിനെ പറയുന്ന ആ വാക്കുകൾ, മീൻസ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ പറയുന്നതാണ് പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അത് സ്ട്രോങ് പൊസസീവ് പ്രോനൗൺ ഉണ്ട്, വീക്ക് പൊസസീവ് പ്രോനൗൺ ഉണ്ട്. എന്താണ് ഈ സ്ട്രോങ് പൊസസീവ് പ്രോനൗൺ? ഒരു നൗണിൻ്റെ ഉടമസ്ഥതയെ ഉറപ്പിച്ച് പറയുന്ന ആ ഒരു ടേമിനെയാണ്. അപ്പോൾ ഒരു നൗണിൻ്റെ ഉടമസ്ഥതയെ നമ്മൾ തീർത്തും കൺഫേം ആയിട്ട് പറയുന്ന ഒരു അവസ്ഥയില്ലേ, അതാണ് സ്ട്രോങ് പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. വീക്ക് പൊസസീവ് പ്രോനൗണോ അതിൻ്റെ ഉടമസ്ഥതയെ അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും ആവില്ല. കൂടാതെ അത് അഡ്ജക്റ്റീവിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. എന്താണ്? അത് അഡ്ജക്റ്റീവിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീക്ക് പൊസസീവ് പ്രോനൗണിനെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നും വിളിക്കാറുണ്ട്. അതൊരു മോഡിഫിക്കേഷൻ, മീൻസ് അതൊരു സപ്പോർട്ടിംഗ് വേർഡ് പോലെയാണ് എന്ത് വരുന്നത്? വീക്ക് പൊസസീവ് പ്രോനൗണിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? അതിലിപ്പോൾ നമ്മൾ പറഞ്ഞ വീക്ക് പൊസസീവ് പ്രോനൗൺ എന്താണ്? അഡ്ജക്റ്റീവിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് എന്താണ്? നൗണിനെ വിവരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? നൗണിനെ വിവരിക്കുന്നുണ്ടെന്ന്. ഓക്കെ, വീക്ക് പൊസസീവ് പ്രോനൗണിൽ നമ്മൾ പറഞ്ഞു പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നൗണിനെ വിവരിക്കുന്നുണ്ട്. നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വീക്ക് പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അത് അഡ്ജക്റ്റീവിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? പൊസസീവ് അഡ്ജക്റ്റീവ് എന്നും ഈ വീക്ക് പൊസസീവ് പ്രോനൗണിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്ട്രോങ് പൊസസീവ് പ്രോനൗണും സെക്കൻഡ് വീക്ക് പൊസസീവ് പ്രോനൗൺസും ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വാക്കുകൾ വരുന്നത് ഈ പൊസസീവ് പ്രോനൗൺസിലെ? മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ. ഏതൊക്കെയാണ്? മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ. ഈ വാക്കുകളൊക്കെയാണ് നമുക്ക് ഏത് വരുന്നത്? പൊസസീവ് പ്രോനൗൺസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ ഏതൊക്കെയാണെന്ന്? അപ്പോൾ എന്താണ് പൊസസീവ് പ്രോനൗൺ എന്നും എന്താണ് സബ്ജക്റ്റീവ് പ്രോനൗൺ എന്നും എന്താണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ എന്നും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം എന്തിൻ്റെ പാർട്സ് ആണ്? പേഴ്സണൽ പ്രോനൗൺസിൻ്റെ പാർട്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പേഴ്സണൽ പ്രോനൗൺസ് എന്നും അതിൽ ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രോനൗൺസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. Compound personal pronoun. What is compound personal pronoun? When self is added to my, your, him, her, it, and self is added to our, your, them are called compound personal pronoun. That means self plus my or your or him or her or it is equal to compound personal pronoun. Then selves plus our is equal to selves plus yours is equal to selves plus thems is equal to compound personal pronouns. എന്താണ് ഇവിടെ നമ്മൾ രണ്ട് വേർഡ്സിനെ ജോയിൻ ചെയ്തതാണ് ഒരു വേർഡ് ഉണ്ടാകുന്നത്. രണ്ട് വേർഡ്സും കൂട്ടിച്ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു വേർഡിനെയാണ് നമ്മൾ കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ രണ്ട് വേർഡിൽ രണ്ട് ടേംസ് ആണ് പറയുന്നത്. ഒന്ന് സെൽഫും ഒന്ന് സെൽഫ്സും. ഏതാണ്? ഒന്ന് സെൽഫും ഒന്ന് സെൽഫ്സും. ഈ സെൽഫ് എന്ന് പറയുന്നത് സിംഗുലർ ഫോർമാറ്റും സെൽഫ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ഫോർമാറ്റും ആണ്.
ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാ നോക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ ഈ ഒരു കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺസിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒന്ന് സെൽഫാണ്, ഒന്ന് സെൽഫ്സ് ആണ് എന്ന്. ഈ സെൽഫിൻ്റെയും സെൽഫ്സിൻ്റെയും കൂടെ നമ്മൾ പ്ലസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? മൈ, ഇറ്റ്, ഹെർ, ഹിം, യുവർ, ദം, അവർ. ഏതൊക്കെയാണ്? മൈ, ഇറ്റ്, ഹെർ, ഹിം, യുവർ, ദം, അവർ. ഇതൊക്കെയാണ് ഈ ഒരു സെൽഫിൻ്റെയും സെൽഫ്സിൻ്റെയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇത് രണ്ട് വാക്കുകളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്താണ്. ക്ലിയർ ആയോ? ഈ രണ്ട് വാക്കുകളിൽ കുറച്ച് ടേംസ് സിംഗുലർ വേർഡ്സ് ആണ്, കുറച്ച് ടേംസ് പ്ലൂരൽ ടേംസ് ആണ്. ആ പ്ലൂരൽ ടേംസിനാണ് നമ്മൾ സെൽഫ്സിൻ്റെ കൂടെയും സിംഗുലർ ടേംസിനെ സെൽഫിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. സിംഗുലർ വേർഡ്സ് ആയ മൈ, ഇറ്റ്, ഹെർ, ഹിം എന്നുള്ളത് സെൽഫിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ ക്രിയേറ്റ് ചെയ്യുന്നു. കൂടാതെ പ്ലൂരൽ വേർഡ്സ് ആയ യുവർ, ദം, അവർ എന്ന് പറഞ്ഞവ സെൽഫ്സിൻ്റെ കൂടെ പ്ലസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? നമുക്കൊന്ന് നോക്കാം. മൈ പ്ലസ് സെൽഫ്സ് ഈസ് ഈക്വൽ ടു മൈ സെൽഫ്. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കാ അല്ലേ? നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ എന്താണിത് എന്നൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ച് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അതിന് മാത്രമൊന്നുമില്ല. അപ്പം നോക്കിയേ, മൈ പ്ലസ് സെൽഫ് ഈസ് ഈക്വൽ ടു മൈ സെൽഫ്. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കല്ലേ? അതെ. അപ്പോൾ എന്താണ്? മൈ പ്ലസ് സെൽഫ് ഈസ് ഈക്വൽ ടു മൈ സെൽഫ്. അവർ പ്ലസ് സെൽഫ് ഈസ് ഈക്വൽ ടു അവർ സെൽഫ്സ്. ക്ലിയർ ആയോ? അവർ പ്ലസ് സെൽഫ് ഈസ് ഈക്വൽ ടു അവർ സെൽഫ്സ്. ക്ലിയർ ആയില്ലേ? ഈ കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗണിനെ നമ്മൾ എന്തായി തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞു, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പറഞ്ഞു. ഇനി അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാ നോക്കിയേ? റിഫ്ലെക്സീവ് പ്രോനൗൺ. ഏതാണ്? റിഫ്ലെക്സീവ് പ്രോനൗൺ. A reflexive pronoun is a pronoun that refers to within the some sentence. A reflexive pronoun will end in self or selves and refer to previously named noun or pronoun. എന്താണ്? A reflexive pronoun is a pronoun that refers to within the some sentence. A reflexive pronoun will end in selves or selves and refer to previously named noun or pronoun. ക്ലിയർ ആയോ? ഒരു വ്യക്തികളോ വസ്തുക്കൾക്കോ സ്വയം പ്രവൃത്തി ചെയ്തു എന്ന് പരാമർശിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്താണ്? വ്യക്തികളാവട്ടെ വസ്തുക്കളാവട്ടെ സ്വന്തമായിട്ട് പ്രവൃത്തി ചെയ്തു എന്ന് പരാമർശിക്കുന്നതിന് വേണ്ടി പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ പറയുന്നതാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിയാവട്ടെ വസ്തുവാവട്ടെ സ്വന്തമായിട്ട് പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ. It refers back to the subject of the sentence. It refers back to the subject of the sentence. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിൻ്റെ കാര്യം തന്നെയാണ് ഈ പ്രോനൗൺ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഈ റിഫ്ലെക്സീവ് പ്രോനൗണിൽ പറയുന്നത്? ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്ന കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് മീൻസ് അതിനെ ഫോക്കസ് ചെയ്യുന്ന പ്രോനൗൺ അല്ലേ? അതാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ ഫോക്കസ് ചെയ്യുന്ന പ്രോനൗണാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ. ഇത് വ്യക്തിയോ വസ്തുക്കൾക്കോ സ്വയം പ്രവൃത്തി ചെയ്തു എന്ന് പരാമർശിക്കുന്ന ആ ഒരു ടേംസാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കിയേ, ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ്. എന്താണ്? ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ്. ഈ സെൻറ്റൻസിലെ ഹിംസെൽഫ് നമ്മൾ കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്. അത് തന്നെയാണ് റിഫ്ലെക്സീവിലും ഉപയോഗിക്കുന്നത്. അതിന് തന്നെ വരുന്ന പദങ്ങളാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസിലും വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്ത്? ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ്. ഹിം പ്ലസ് സെൽഫ്, അതാണ് അവിടെ വന്നിട്ടുള്ള ഹിംസെൽഫ് എന്ന് പറയുന്നത്.
കണ്ടോ? ഈ സെന്റൻസിലെ ഹിംസെൽഫ് ഇല്ലെങ്കിലും സെന്റൻസ് ക്ലിയർ ആണ്. ഗ്രാമാറ്റിക്കലി ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഹിംസെൽഫ് ഇല്ലെങ്കിലും ഹിംസെൽഫ് ഇല്ലെങ്കിൽ ജസ്റ്റിൻ വിൽ ഗോ എന്നായിരിക്കും ആ സെന്റൻസ് വരുന്നത് അല്ലേ? ഹിംസെൽഫ് ഇല്ലെങ്കിൽ എന്താ വരിക? ജസ്റ്റിൻ വിൽ ഗോ. എന്നാൽ ജസ്റ്റിൻ ഒറ്റയ്ക്ക് ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ജസ്റ്റിന് ഒറ്റയ്ക്ക് പോകാം, അത് മീൻസ് ആരെ കൂടെ വേണമെങ്കിലും പോകാം അല്ലേ? അതിൽ ആരെ കൂടെ എന്ന് മാത്രം മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളൂ. പക്ഷെ സെന്റൻസ് എന്താണ്? ക്ലിയർ ആണ് അല്ലേ? അതിൽ എന്താ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സെന്റൻസിൽ ജസ്റ്റിന് ആരെ കൂടെ വേണമെങ്കിലും പോകാം, ഒറ്റയ്ക്ക് വേണമെങ്കിലും പോകാം. കാരണം ഇതിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല ആ സെന്റൻസിൽ. ഏതിലെ ജസ്റ്റിൻ വിൽ ഗോ എന്ന് പറയാൻ മാത്രമാണെങ്കിൽ അത് ശ്രദ്ധിക്കട്ടോ. എന്താണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്? ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ് എന്നാണ്. പക്ഷെ അതിൽ നിന്നും ഹിംസെൽഫ് ആണ് കട്ട് ചെയ്തിട്ട് ജസ്റ്റിൻ വിൽ ഗോ എന്ന് മാത്രം എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും സെൻറ്റൻസ് ക്ലിയർ ആണ്. എന്താണ്? ജസ്റ്റിൻ ആരെ കൂടെ വേണമെങ്കിലും പോകാം, ഒറ്റയ്ക്ക് വേണമെങ്കിലും പോകാം അല്ലേ? ജസ്റ്റിന് പോകുന്ന ആ ഒരു കാര്യത്തെയാണ് പറയുന്നത്. പക്ഷെ ആരെ കൂടെ എന്താണ് എന്തിന് എന്നൊന്നും അവിടെ ആ ഒരു സെൻറ്റൻസിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലേ? എന്നാൽ ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ് എന്നായാൽ ജസ്റ്റിൻ എന്ന സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ഹിംസെൽഫ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ സബ്ജക്റ്റ് എന്തായി? അതിനൊന്നും കൂടി ഫോക്കസ്ഡ് ആയി. മാത്രമല്ല അതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കൂടി ആ സെൻറ്റൻസ് തന്നു അല്ലേ? അപ്പം എന്തായി? ജസ്റ്റിൻ വിൽ ഗോ ഹിംസെൽഫ് എന്നായി സെൻറ്റൻസ്. അങ്ങനെ വരുന്ന സെൻറ്റൻസിൽ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നൽകുന്ന ആ ഒരു ആഡ് ചെയ്യുന്ന വാക്കുകൾ, ഹിംസെൽഫ് എന്ന ആ ഒരു വാക്ക് ഏതാണ്? റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. ക്ലിയർ ആയില്ലേ? ഹീ കിൽഡ് ഹിംസെൽഫ്. എന്താണ്? ഹീ കിൽഡ് ഹിംസെൽഫ്. ഹിംസെൽഫ് എന്നത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എന്തിന്, ആരെ എന്നതിന് ഉത്തരമില്ല. ഹീ കിൽഡ് ഹിംസെൽഫ് എന്നതിലെ ഹീ കിൽഡ്, അവൻ കൊന്നു. ആരെ, എന്തിന് എന്നൊന്നുമില്ല. പക്ഷേ ഹീ കിൽഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഒരിക്കലും അല്ല. ഗ്രാമാറ്റിക്കലി അത് കറക്റ്റാണ്, അതിലൊരു മിസ്റ്റേക്കും ഇല്ല അല്ലേ? പക്ഷേ അവിടെ എന്തിന്, ആരെ എന്നതിന് ഒരു മറുപടിയില്ല അല്ലേ? എന്തിന്, ആരെ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയില്ല. അപ്പം എന്തായി? ആ ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉത്തരമില്ല ആ സെൻറ്റൻസിൽ അല്ലേ? സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉത്തരമില്ല. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പ്രവൃത്തിക്കൊരു ഉത്തരം നൽകുന്നില്ല സെൻറ്റൻസിൽ. അതിന് നൽകുന്ന ഉത്തരമായിട്ട് നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ഹിംസെൽഫ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഹിംസെൽഫ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായി? അതിനൊരു ഉത്തരം കിട്ടി അല്ലേ? ഹീ കിൽഡ് ഹിംസെൽഫ്. എന്താണ്? ഹീ കിൽഡ് ഹിംസെൽഫ്. ആരെ എന്നും എന്തിനെന്നുള്ളതിനൊക്കെ ഒരു ഉത്തരമായിട്ട് അവിടെ എന്തായിട്ട് വന്ന്? ഹിംസെൽഫ് വന്നിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പം എന്താണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നുള്ളത് ക്ലിയർ ആയോ? എന്താണ് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്നത്? ദെൻ നെക്സ്റ്റ് അതിൽ എന്താണ്? ഈ ഒരു കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗണിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് റിഫ്ലെക്സീവ് ആണ്, ഒന്ന് എംഫറ്റിക് ആണ്. അപ്പോൾ ഇനി പറയാനുള്ളത് ഏതാണ്? എംഫറ്റിക് പ്രോനൗൺ. ഈ എംഫറ്റിക് പ്രോനൗൺസിന് മറ്റൊരു പേരും കൂടിയുണ്ട്. എന്താണ്? ഇൻറ്റൻസീവ് പ്രോനൗൺ. എന്താണ്? ഇൻറ്റൻസീവ് പ്രോനൗൺ. Pronoun that ends in self and emphasizes another or pronoun. The intensive pronoun is ending in selves or selves. എന്താണ്? Pronouns that ends in self and emphasize another or pronoun. The intensive pronoun is ending in self or selves. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ സ്വയം തന്നെയാണ് ഒരു പ്രവൃത്തി ചെയ്തെന്ന് ഊന്നി പറയുന്ന, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ പറയുന്നതാണ് എന്ത്? എംഫറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇൻറ്റൻസീവ് അല്ലെങ്കിൽ എംഫറ്റിക് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു നൗണ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോനൗണ് ചെയ്യുന്ന പ്രവൃത്തി സ്വയം. നെക്സ്റ്റ് ഇതാണ് എംഫറ്റിക് പ്രോനൗൺ. എന്താണ്? ഇൻറ്റൻസീവ് പ്രോനൗൺ. ഈ എംഫറ്റിക് പ്രോനൗണിൻ്റെ മറ്റൊരു പേരാണ് ഇൻറ്റൻസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ് എംഫറ്റിക് പ്രോനൗൺ അല്ലെങ്കിൽ എന്താണ് ഇൻറ്റൻസീവ് പ്രോനൗൺ എന്ന് നോക്കാം. Pronoun that ends in self and emphasizes another or pronoun. The intensive pronoun is ending in self or selves. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ സ്വയം തന്നെയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ഊന്നി പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഇൻറ്റൻസീവ് അല്ലെങ്കിൽ എംഫറ്റിക് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്.
അതായത് ഒരു നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ ചെയ്യുന്ന പ്രവൃത്തി താൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എംഫറ്റിക് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻറ്റൻസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇറ്റ് എംഫസൈസ് ഇറ്റ്സ് ആൻറ്റിസിഡൻറ്റ് നൗൺ ഓർ പ്രോനൗൺ. ഇറ്റ്സ് മീൻസ് എന്താണ് എംഫറ്റിക് പ്രോനൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എംഫസൈസ് ഇറ്റ്സ് ആൻറ്റിസിഡൻറ്റ് നൗൺസ് ഓർ പ്രോനൗൺസ്. അപ്പോൾ ഈ പ്രോനൗൺ അല്ലെങ്കിൽ നൗൺ എന്തിന് ശേഷം വരികയാണെങ്കിൽ അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കും. എന്താണ് ഈ എംഫറ്റിക് പ്രോനൗണ് നൗണിന് ശേഷമോ അല്ലെങ്കിൽ പ്രോനൗണിന് ശേഷമോ വരുന്നത് എങ്കിൽ ആ നൗണിനെയും അല്ലെങ്കിൽ ആ പ്രോനൗണിനെയും എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് കാണിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് എംഫറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്? ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ താൻ ചെയ്യുന്ന പ്രവൃത്തി അത് എന്താണ് ഊന്നി പറയുന്നതിന് വേണ്ടി, സ്വയം തന്നെ ഊന്നി പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് എംഫറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എംഫറ്റിക് പ്രോനൗൺ എന്ന് ക്ലിയർ ആയല്ലോ? അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അതാണ് ഇൻറ്റൻസീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗണിൽ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. അതിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ദെൻ എക്സാമ്പിൾ നോക്കിയേ, ഹി കിൽഡ് ദ ലയൺ ഹിംസെൽഫ്. എന്താണ് ഹി കിൽഡ് ദ ലയൺ ഹിംസെൽഫ്? ഇതിൽ ഹിംസെൽഫ് മാറ്റിയാലും ഈ സെൻറ്റൻസിൽ ആര് എന്നതിന് കറക്റ്റ് ഉത്തരമുണ്ട്. എന്താണ് ഉത്തരം? എന്താണ്? ലയൺ എന്ന ഉത്തരം ആ ഒരു സെൻറ്റൻസിലുണ്ട്. ഈ സെയിം സെൻറ്റൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ പറയുന്നത്, റിഫ്ലെക്സീവിൽ പറയുന്നത്. പക്ഷെ അതിലൊരു ചെറിയ വേർഡ് എംഫറ്റിക്കിൽ വന്നപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ വേർഡ്? ലയൺ എന്ന വേർഡ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഹി കിൽഡ് ദ ലയൺ ഹിംസെൽഫ്. ഇതിൽ ഹിംസെൽഫിനെ മാറ്റിയാലും ഈ സെൻറ്റൻസിൽ ആരെ എന്നതിന് ഉത്തരമായിട്ട് ലയൺ അവിടെ ഉണ്ട്, കറക്റ്റ് ഉത്തരം അവിടെ ഉണ്ട് അല്ലേ? എന്നാൽ ഈ ആര് എന്ന ഉത്തരത്തെ ഒന്നും കൂടെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി, എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്താ ആഡ് ചെയ്തിട്ടുള്ളത്? ഈ സെൻറ്റൻസിൽ എന്താ ആഡ് ചെയ്തിട്ടുള്ളത്? ഹിംസെൽഫ് ആഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ? ഒരു സെൻറ്റൻസിൽ ആര് എന്ന ഉത്തരത്തിനെ ഒന്നും കൂടെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ആരെ എന്ന ഉത്തരത്തിനെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി, അഥവാ ആ ലയൺ എന്ന ഉത്തരത്തിനെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി, അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ ആരെ ആഡ് ചെയ്തത്? ഹിംസെൽഫ് എന്ന ടേമിനെ ആഡ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, She herself bought a new house. She herself bought a new house. സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനോ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇൻറ്റൻസീവ് വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ടേമിൽ സബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെയോ ഊന്നി പറയുന്നതിന്, അതിനെ എംഫസൈസ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻറ്റൻസീവ് വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വേർഡ് യൂസ് ചെയ്തില്ലെങ്കിലും ഈ സെൻറ്റൻസ് ഒക്കെ എന്താണ്? ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. അത് നമ്മൾ നേരത്തെയും പറഞ്ഞു. ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റഡ് ആണ് എന്ന് മാത്രമല്ല, ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. അതിൽ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ആ സെൻറ്റൻസിൽ സബ്ജക്റ്റിനെയോ ഒബ്ജക്റ്റിനെയോ ആര് എന്ന അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ സെൻറ്റൻസുകളിലെ കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺസ് ആയിട്ടുള്ള എന്താണ് ഹിംസെൽഫ്, അവർസെൽഫ് എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? പേഴ്സണൽ പ്രോനൗൺ ആയിരുന്നു. പിന്നീട് നമ്മൾ കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ എന്താണ് എന്നാണ് പറഞ്ഞത്. എന്താണ് കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺ എന്നും അതിലുള്ള 2 ടേംസ് ഓഫ് കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗണും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ടോട്ടൽ എന്തൊക്കെയാണ് പറഞ്ഞത്? പേഴ്സണൽ പ്രോനൗൺസും അതിൻ്റെ ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രോനൗൺസ്, സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആൻഡ് പൊസസീവ് പേഴ്സണൽ പ്രോനൗൺസ്, ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് പേഴ്സണൽ പ്രോനൗൺസും നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടാതെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് കോമ്പൗണ്ട് പേഴ്സണൽ പ്രോനൗൺസ് ആയിട്ടുള്ള റിഫ്ലെക്സീവ് ആൻഡ് എംഫറ്റിക് ഓർ ഇൻറ്റൻസീവ് പേഴ്സണൽ പ്രോനൗൺസ്, ഈ 2 ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ദെൻ നമുക്ക് ഈ ഭാഗങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ടൈപ്സ് ഓഫ് പ്രോനൗൺസിൻ്റെ
2 ടൈപ്സാണ് നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള ടൈപ്സ് ഓഫ് പ്രോനൗൺസിനെയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എന്താണ്, ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.